അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വിരിയിക്കാൻ വെച്ചിരുന്ന ആർട്ടീമിയ ഹാച്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ആർട്ടീമിയനെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ആർട്ടീമിയനെ വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാറ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതിനെയാണ് നമ്മൾ ആർട്ടീമിയ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഓരോ ഭാഗത്തും എല്ലാ സൈഡിലും നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കിട്ടിക്കോളും. അതോടൊപ്പം നമ്മൾ ഇവർക്ക് ഇൻഫോസോറിയം കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ അകത്ത് ആർട്ടീമിയനെ കഴിക്കാനുള്ള സൈസ് ആവാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഈ ഇൻഫോസോറിയ കഴിച്ചോളും. ബാക്കിയുള്ള ആർട്ടീമിയ നമ്മൾ നമ്മുടെ പുറത്തുള്ള ഗപ്പികൾക്കാണ് കൊടുക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ ഇവർക്ക് കൂത്താടിനാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ആർട്ടീമിയ കൊടുക്കുന്നത്. ആർട്ടീമിയ ഒഴിക്കുമ്പോൾ തന്നെ അവർ ചാടി വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.